നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവുക. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തൊരു അതാ പറഞ്ഞ പോയി ചാവ്. നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ. ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയോ? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ അറസ്റ്റ് കൂട്ടിയായിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പുള്ളി ലൈഫ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സ് ആയിട്ടില്ല. ഇന്നിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ഒറ്റ കാര്യം ചെയ്താൽ ഇനി സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എന്റെ അനിയന്റെ ഭാഗത്തുനിന്ന് ഒരു റോങ് ഉണ്ടാകുന്നത് മനസ്സിലായി 100% പറയാം. എന്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്റെ മോനെ കുറിച്ച് എന്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ. അല്ല, ഞാൻ കാര്യം നല്ല വിശ്വാസം അത് സഹോദരങ്ങൾ അങ്ങോട്ടൊരു വിശ്വാസം തന്നെ ഉണ്ടാകും. പക്ഷെ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യമാണ്. ഞാൻ കൊല്ലത്തിന് ഇവിടം വരെ വന്നിട്ട് ചർച്ച ചെയ്യണം. ചെറിയ റോൾ ഉണ്ടായിരുന്നു. അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ സ്റ്റുഡിയോ ചെന്ന് കാണുമായിരിക്കും. ഇത് അദ്ദേഹം പറയുന്നില്ല. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞോളൂ. ഞാൻ സത്യനാഥ് സാറിനെ കാണാൻ റസൂൽ സാറിന്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടു. ഞാനിപ്പോൾ ഇത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടായത് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആയി എവിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേറൊന്നുമില്ല. എനിക്ക് വന്ന കാര്യം പോട്ടെ. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ തളർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മാന്യമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എൻ്റെ മനവും വിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലും മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പുള്ളിയെ വിളിച്ചു ഇനി മുന്നോട്ട് സജിനയുമായിട്ടുള്ള ബന്ധം പോകത്തില്ല. വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ, അതായത് ഓഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫുള്ള്. കാരണം നമ്മൾ അത്ര വലിയ ആളല്ല, അദ്ദേഹത്തിൻ്റെ അത്ര വലിയ ആളല്ല. മനസ്സിലായി. ഇനി അങ്ങോട്ട് തുടർന്ന് എത്ര വേറെ ഒരു ഡിമാൻഡ് തുടർന്നൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം നമ്മളൊരിക്കലും ഒരു കുടുംബം തകർക്കാനോ മൈനസാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. ഇത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നലെ മീഡിയയിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ അത് പറയേണ്ടി വരരുത്. ഇത് ഇതോടെ നിർത്തിച്ചാൽ മതി. ഇനി ആവർത്തിക്കരുതെന്ന് മാത്രം പറയും. നിങ്ങൾ റസൂലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും സംഭവിച്ചില്ല. ഞാൻ എനിക്ക് എഴുതി തരാം, മുദ്രപത്രം എഴുതി തരാം. എനിക്ക് എൻ്റെ മോനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അനിയനെ പറയാൻ പറ്റും. ഇതിനകത്ത് ഒരു ഇതുമല്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ പുള്ളിയുടെ കൂടി സംസാരിച്ചു. എങ്കിലും നിങ്ങളുടെ അടുത്ത് കൂടെ വന്നിട്ട് കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് പിരിഞ്ഞ്, ഓൾമോസ്റ്റ് അല്ല
ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി, ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ടേ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ട് പണി തന്നിട്ട് പറ്റ ആണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അത് ഒരുപക്ഷെ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയായിരിക്കും. അഴിമതിയെല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. നിന്നെ ഉപദ്രവിച്ചാ? എടി ഉപദ്രവിച്ചെങ്കിൽ ഇങ്ങോട്ട് കേറി വാങ്ങി ദിയ വന്നിട്ടുണ്ട്. ഒരു ഇയാൾ എനിക്ക് പൈസ തരാതെ ഞാൻ ഒരു മിനിറ്റ് സജന, എന്നെ ഉപദ്രവിച്ചോ? അടിച്ചോ? ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ, ഈ പൈസ പവറിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നീ നമുക്കൊരു ടെൻഷൻ എന്ന് വെച്ചാൽ നിനക്ക് വല്ലതായി പോകുന്നുള്ളത് നമ്മളെ ടെൻഷനുമാണ്. നിന്റെ മക്കൾക്ക് നീ എനിക്ക് പറ്റുമെങ്കിൽ അവിടെയുള്ള മീഡിയക്കാരെ അറേഞ്ച് വെട്ടി ഇവങ്ങനെ ഒന്നല്ലെങ്കിൽ വലിച്ചെങ്ങ് കീറണം. ഞാൻ പറയട്ടെ പൊന്നുമോളെ, ഞാൻ പറയട്ടെ, ഞാൻ പ്രാക്ടിക്കലി സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഒരു തേങ്ങയാവാൻ പോകുന്നില്ല ഈ സമൂഹത്തിൽ. നീ ഇവിടെ വന്ന് പറയാണ് ഇയാള് നിന്നെ പീഡിപ്പിച്ച് എന്ന് പറയാണ്. ഈ സമൂഹം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന സാധനമേ ആണുങ്ങൾക്ക് സപ്പോർട്ട് കേസുകൾ പോലും. സാധനങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെ സാധനങ്ങള്? ഒരു പെണ്ണ് സഹിക്കാൻ പറ്റുന്ന ഇല്ലല്ല, നീ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ എടുക്കും? എത്ര ആളുകൾ? പറയടി. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരുന്നേ. എന്താ എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടേ? എന്താ നീ എന്തിനാ മറ്റേ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേ? എനിക്കറിയത്തില്ല, അത് ഫോൺ ഓഫാ. അയാള് നമ്മള് വിചാരിച്ചില്ല അപ്പുറം അന്നമ്മ. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ടില്ല അന്നമ്മ. ഞാൻ എല്ലാ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടു അന്നമ്മ. എന്നാടി എനിക്ക് ഇങ്ങനെ ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് നമുക്ക് 3 കോടി രൂപ ഞാൻ ഫാമിലിയോട് പറഞ്ഞു. അതെ, എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡായി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ട് മീറ്റിംഗ്, അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. അതിനോട് എല്ലാ കാര്യങ്ങൾ അറിഞ്ഞത്. ഇവളിട്ട ഒരു മെസ്സേജ്, പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും. വെയിറ്റ് ചെയ്യും, ഈ സമയം എന്താ ഒരു ദിവസം കൊടുത്തിട്ട് പോകല് സെറ്റിൽ ചെയ്ത സമയം ഉണ്ടായാൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞിട്ട് പോകുന്നു, ആൻസൈറ്റി ഉണ്ട്, ഞാൻ പോകത്തില്ല പറഞ്ഞു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്, ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യാൻ ഒറ്റമാത്രമാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് വിഷയമാണ്. അതിനെ ഇവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ അതെ മാത്രമേ നടക്കുള്ളൂ. 3 കോടി രൂപ എന്റെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39 ലക്ഷത്തിൽ അധികം പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards ഓൾമോസ്റ്റ് 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, എല്ലാം ഇതൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യനൊരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 10-20 ലക്ഷം രൂപ. ഇവിടെ എന്നോട് ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. വെച്ചാൽ കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട്
ഇപ്പൊ ഷി വാസ് ഹാവിംഗ് പീരിയഡ്സ്. എന്നിട്ട് ഇപ്പോൾ വളരെ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരികമായി ബന്ധമായിട്ടില്ല. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് വല്ലതും പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. കക്ഷിയെ ഹലോ, ഇക്ക എവിടെയാ? ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ അറിയാം. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തി നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഈ ഇല്ല സാർ, നോ സാർ. ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് എസ്പെഷ്യലി അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ അന്നമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല എന്റെ സുഹൃത്താണ്. എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്കേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പം ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാന്നറിയോ, ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായുടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക് അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്തു നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ, ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന് ഷാദിത്തേനെ വിളിച്ച് ഞങ്ങള് തിരിച്ചു കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തെ ഇവളും തമ്മിൽ, ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പിറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കായ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞ, ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക?
ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ ദിയ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ദിയ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ ഇങ്ങ് വാന്ന് പറഞ്ഞപ്പോൾ പറയണേ, അവര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിലിരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും പറയുന്നത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിദയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയണം, കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ് എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചോ അവൾ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്ത് കൊണ്ട് അവൾ എൻ്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയാണ്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാറ് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയും സാറിൻ്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും അറിയാനൊക്കെ. ഒരു മിനിറ്റ് ഏത് അവസ്ഥ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ കൊരയ്ക്കാത്ത പട്ടി കൊരയ്ക്കൂന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കൂന്ന് പറയുന്ന കണക്ക് അവസാനം വന്ന എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കിട്ടില്ലേ? നാണം കേട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? അതൊന്നും നാറാനില്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. ഇപ്പം നിന്നെ ആണെന്നോ ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നോ അല്ല. ചെയ്തവരാരായാലും കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാൽ നീങ്ങുവാണ്. നീ എന്ന് പറഞ്ഞ കണക്ക് നിയമവശാലേ എൻ്റെ കുറേ സാധനങ്ങൾ ലീക്കായിട്ടുണ്ട്. അതെനിക്ക് എവിടുന്നാണ് ലീക്കായെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്കായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ അയച്ചിട്ടുണ്ട്. അച്ചായൻ അയച്ചിട്ടുണ്ട്,
ഷാലുവിന് അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മളുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങളും നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ചത്, നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ എൻ്റെ തന്തയല്ല നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ നിന്നാൽ ചില ആരാണ് മാന്താത്തത്? സൈക കേട്ടാൽ പുലി പുല്ലും തിന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്തി കൊല്ലും എല്ലാത്തിനും. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുമെന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയയെടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം ദിയക്ക് എന്ത് പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പം അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പോൾ എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തിയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പോൾ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, പോട്ടെ ജീവിക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചിലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചറിയാം. എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചിലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് ഒരു 500 രൂപ കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്. വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ. തനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. അപ്പോൾ തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല.
എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലായി പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തീർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ ഉമ്മയോട് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം, ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞിട്ടില്ല, ഇവനെങ്കിലും കൊടുത്ത് 2500 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു മനസ്സാക്ഷി അവന് കിടക്കട്ടെ. എൻ്റെ ഉമ്മ മനസ്സാക്ഷി കാണിച്ചു. അത് നാണമാനും ഇല്ലേടോ തനിക്ക്. പിന്നെ ഞാനിപ്പം വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പം കുറേ അലിഗേഷൻ രണ്ടാമതും കുറേ വന്നു. നിയാസാനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇടുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കയറ്റി കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്വം ഞാൻ പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാണെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും പോകുന്ന അത് പിടിച്ചു അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പോൾ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാനും. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി ഇവളോടെ പോയി ഇങ്ങനെ പോയി, അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളും പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പേടിച്ചെന്ന് മറന്നോ മറിച്ച് നടന്നോ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോയിലും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം. അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, എടാ നാണമാനമില്ലാത്തവനെ, നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നതാ. എനിക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എൻ്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഈ ഞാനൊരു ട്രോമയിലോട്ട് തന്നെ. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി. ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാനിവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എൻ്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയും ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങളും നോക്കുന്നുണ്ട്. എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം പറഞ്ഞു. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടാൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു.
ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ, അപ്പം നിൻ്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണം മാനമില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, നീയും ദിയൊക്കെ ഭയങ്കര വാത്തിനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്കറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും അല്ല എനിക്ക് ചെലവിന് ഇരുന്നത്, നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും, അതെൻ്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല MDM വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് മറക്കണ്ട കേട്ടോ. ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ, 3 പേരും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണിക്കടി, നിങ്ങളെല്ലാം കാണിക്കടാ എന്നുവെച്ചിട്ട് ഈ റിസൾട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാണ്. എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാമെന്നല്ലേ പറഞ്ഞു. 3 10 കോടി. അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവന്മാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. പോരെ? ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട് അപ്പം സരിത പോടാ നീയൊക്കെ. ഇനിയും കമൻറ്റ് വാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എൻ്റെ കമൻറ്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാരണം ആദ്യമൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയൂലേ, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാല് മുറിഞ്ഞ് വീണ്ടും പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക് ഞാനും അതേ സിറ്റുവേഷനാണ്. വീണു തീർന്നു, ആ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലും പടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സൊക്കെ കൂടി വരുന്നത്. ഇനിയും നിങ്ങൾ തന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ച് മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടതെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനും അവരെ അല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വകച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുമെന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാണ്, എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ സർ, മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളുടെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നെയും ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് സാറിന്റെ മുന്നിലോട്ട് എത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ട രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ എൻ്റെ പേരിലും കൂടെയാണ് ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ളവരുടെ മുന്നിലായാലും ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരെ ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുകയോ ഇതിൻ്റെ നിയമവശം ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങളെ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സാർ. പ്ലീസ്, നാടിന് വേണ്ടി സാർ ഇത്രയും ചെയ്യുന്ന സാറിന്റെ കണ്ണുമുന്നിൽ കിടക്കുന്ന ഈ കാര്യങ്ങളോട് സാർ ചെയ്യണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു സാർ. ഞാൻ
ഹലോ എവ്രിവൺ. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ചിട്ടുണ്ടെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിന്റെ പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഒക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇനി പറയും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂറിന് ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തെന്നൊക്കെ. വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ആയില്ലേ. ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നാ നിങ്ങളും നശിച്ചോ എന്ന മട്ടില് എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവളുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂസ് കിട്ടട്ടെ, അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കാൻ. അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഇന്റർവ്യൂ കൊടുക്കും. അപ്പം എന്റെ കുറച്ച് തിരക്കുകൾ നിൽക്കുന്നത് കൊണ്ടിട്ടും കൂടിയാണ്. അപ്പം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ കൂടെ നിൽക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി നേരത്തെ കൂട്ടി അറിഞ്ഞു നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയാം. ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും വർക്കിൻ്റെ കൂടെ ആവശ്യത്തിനാണ്. കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പോൾ നമ്മളിവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞിട്ട് ഇവരെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കറങ്ങാൻ പോകാമെന്നെല്ലാം പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് വന്നു. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം AC റൂം എവിടെയാന്ന് പറഞ്ഞ് നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസാനം ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDMA ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അന്നേരം അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിലിറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാ, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണൊക്കെ ഒരു ബീർ കുടിക്കുന്നതാണൊക്കെ അല്ല ഇത് ഭയങ്കര സാധനം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാനങ്ങ് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ശേഷം പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിന് ശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ ഉള്ളല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു ദിയ അടുത്ത് റേസായി. ഞാൻ പറഞ്ഞു ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചിട്ട് എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാ ദിയ എന്ന് പറഞ്ഞു. ഇവളെന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത്, നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ. അതായത് എന്നെ എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മീഡിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം സച്ചിനെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അതിന്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ ഒരു ജോബില് ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് 500 ദിറംസിന് സജനനെ കൊണ്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ലക്ഷ്മി ജയനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഈവന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ലക്ഷ്മി ജയൻ ഉദ്ദേശിക്കുന്നത് സിംഗർ ലക്ഷ്മി ജയനെ പരിചയപ്പെടുന്നു. സജനയുടെ ഫ്രണ്ടാണ്. ഇവര് ബിഗ് ബോസ് ഒരുമിച്ചുണ്ടായതാണ്. ലക്ഷ്മി ജയനും സജനയും അവര് ഫ്രണ്ട്സാണ്. അങ്ങനെ ലക്ഷ്മി ജയൻ ത്രൂ ആണ് ഞാൻ സജനയിലോട്ട് എത്തണത്. സജന ആ സമയത്ത് നാട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമുണ്ട്. ഇത് വീഡിയോ ആണ്, നമ്മൾ ഓഡിയോ അല്ല, വീഡിയോ കോൾ കോൺഫറൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പൊ സജനന്റെ വീട്ടിലാണ് നമുക്ക് കാണാൻ പറ്റും. സജനയുടെ വീടാണ്. സജന ഈ പറഞ്ഞ ഫിറൂസ് അതിലെ കൂടെ ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു കാലയളവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ ഒരു ദിവസം പെട്ടെന്ന് നാളെ മറ്റന്നോ നടന്നൊരു കാര്യമല്ല. ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിളിക്കുന്നു, എന്തെങ്കിലും വിശേഷം ചോദിക്കുന്നു. അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുമ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുമ്പാണ് അവൾക്ക്. എനിക്ക് വരണം ദുബായിൽ, എനിക്ക് വരാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പൊ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവള് നടക്കുകയാണ്. അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാള്, കണ്ണൂരാണ് അയാളുടെ വീട്. ഇതിനെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബീസിന്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയൻ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവര് തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൻ എടുക്കാമെന്നുള്ള പേരിൽ
മാനുവിന്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവര് കറങ്ങാൻ പോകണതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും ആളെ ഒരു പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്തു വെച്ചാന്നേ. അതായത് ഇവളിങ്ങനെ ഒരാൾക്കാരോട് പോണതിന്റെ പ്രൂഫൊക്കെ. അപ്പൊ ഇത് അവള് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആ മാനുവിന്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നതെന്ന് ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. അങ്ങനെയാണ് ഒരു വലിയൊരു കമ്പനി, അതായത് ലോകമൊട്ടാകെ അറിയുന്ന ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതൊരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്. സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പൊ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി. സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് വേണം പറയാൻ, സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ ഫോട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി സജനയും തമ്മിൽ ഈ പ്രേമങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് ലക്ഷ്മിയുടെ ചെറുക്കൻ തെറ്റുന്നു, അങ്ങനെ അവരുടെ ഒരു അലമ്പ് കഥ. അതായത് സജനനുമായിട്ട് മാനുവിനെ തല്ലിപ്പിരിപ്പിക്കുന്നു, സജന ഇതറിയുന്നു, മൊത്തത്തിൽ കോളമായി. ലക്ഷ്മി സജനയുടെ ശത്രുവാകുന്നു. പിന്നെ ഫിറോസ് ഖാനെ വിളിച്ച് സജനക്ക് ഇവിടെ അബുദാബിയിലെ ചെക്കനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ മറ്റേ ബന്ധമുണ്ട്, മറിച്ച ബന്ധമുണ്ട്, മാനുവിനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ലക്ഷ്മിയാണ് ഫിറോസിനടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ട് സജനയും ലക്ഷ്മി കൂടി വഴക്കായി. ഒരു ബിസിനസിന്റെ എനിക്ക് ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒറ്റക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞ ഒരു കുട്ടി, അവളും അത്യാവശ്യം സെലിബ്രിറ്റി കൊച്ചാണ്. അതുകൊണ്ട് എനിക്ക് അവളുടെ പേരും വലിച്ചെടുക്കുന്നില്ല. ഞാൻ അറിയാം ഇങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സജനക്ക് അറിയാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോകുന്നു. നാട്ടിൽ ചെന്ന് സജന ഞാൻ നാട്ടിൽ വന്നത് എന്നെ മീറ്റ് ചെയ്യാൻ സജന എന്റെ വീട്ടിൽ വരുന്നു. അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് എന്റെ. അപ്പൊ ആ ബർത്ത്ഡേക്ക് ആഘോഷിക്കാനും ഞങ്ങളുടെ വീട്ടിലെ കസിൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് സജന വന്നപ്പോഴുള്ള ഫോട്ടോ അതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാണ് സജന ദുബായിൽ നിന്ന് വന്നതിന് ശേഷം, ഡേറ്റ് നോക്കാം നിങ്ങൾക്ക്. വന്നതിന് ശേഷം സജന എന്റെ വീട്ടിൽ വന്ന് എന്റെ ആൾക്കാരുടെ കൂടെ, എന്റെ കസിൻസിന്റെ കൂടെ ആഘോഷിച്ച് അന്ന് നൈറ്റ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി അവിടെ കറങ്ങി. അവിടെ നിന്നൊരു റീൽസ് എടുത്തു. ആ റീൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്നെടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കൊണ്ടുപോയി ഡീലർ എന്നാണല്ലോ അവള് പറഞ്ഞത്, കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഫസ്റ്റ് സജന അബുദാബിയിൽ വന്ന് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്റെ വീട്ടിൽ വന്നേക്കാണ്. ദുബായ് ആദ്യമായിട്ട് കാണുന്ന സജന. അങ്ങനെയൊക്കെയാണ് സജന പറഞ്ഞിട്ടുള്ളത്. പാവം പോലത്തെ സജന. ആ പാവം പോലത്തെ സജനന്റെ ഫോട്ടോ നിങ്ങൾ കാണണം. അങ്ങനെയാണ് ഞാനും ഈ കൊച്ചും കൂടി ബോംബെ പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബോംബെ പോവാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ബോംബെന്ന് കേട്ടപ്പോൾ ഇവൾക്ക് പ്രശ്നം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബോംബെന്റെ കേസ്. ആ ബോംബെയിൽ പോയതിന്റെ പ്രൂഫ് ഞാനിവിടെ വെക്കാം. സജന ഞങ്ങളുടെ കൂടെ അവളുടെ കയ്യിലെ കാശെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ചെല്ലുന്നു. സജനക്ക് അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ പൂക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി ഓൾറെഡി മാനൊക്കെ ഉള്ള സമയത്തും പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ അതിങ്ങോട്ട് വരാത്തതാണ്. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ പൂക്കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ പൂക്കുട്ടി പറഞ്ഞു ശരി നിങ്ങൾ റൂമിൽ പോയിട്ട് ഞങ്ങൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വാ, ഞാൻ വരാം, വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പൂക്കുട്ടി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ റൂമിൽ പോകുന്നു. അപ്പൊ പൂക്കുട്ടി തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് ഫ്രഷ് അപ്പ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറന്റിൽ ചെല്ലുന്നു. ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് റെസ്റ്റോറന്റിൽ വെച്ച് പൂക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടിയാ പോയത്. സജന പൂക്കുട്ടിയുടെ കൂടെ തന്നെയാണ്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ്, ആ ബില്ല് ഞാൻ കൊടുക്കുന്നത്. എന്റെ ഗതികേടാ ഇതൊക്കെ.
ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സൂറത്തിൽ നിന്ന് ഇതിന്നൊക്കെ പർച്ചേസ് ചെയ്ത്, ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബില്ല്. അതിനുശേഷം സജന, ഞങ്ങള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സജനനെ കൂട്ടണമല്ലോ, അപ്പൊ ഇവള് സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങൾ എത്തിയപ്പത്തിന് വൈകുന്നേരമായി. അങ്ങനെ ഇവര് റൂമിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി, സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ എന്റെ അടുത്ത് സജനനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഇയാൾ ഞങ്ങളോട് പറയണത്. അങ്ങനെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ അടുത്ത് നിന്ന് റസൽ പൂക്കുട്ടി വരെ ഇടപെട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ റസൽ പൂക്കുട്ടിയാണ് എന്റെ അടുത്ത് ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ റോഷ്നി ഇന്ന് സജനനെ കൂടി ഇതിൽ ഇതാക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങണില്ല. അവളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ പിരിയുന്നു. ഇയാള് അത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ എന്തോ എന്റെ ഒരു ഭാഗ്യത്തിൽ ഇതൊക്കെ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഇത് സ്ലിപ്പ്, അത് മീൻസ് സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണാം നിങ്ങളുടെ അഡ്മിൻ വന്നിട്ട് റസൽ പൂക്കുട്ടിയാണ്, അയാളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന അതിന്റെ ഇടയിൽ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടാണ്. അപ്പൊ ദുബായിൽ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ 15,000 ദിറംസാണ്. അപ്പൊ എന്താണ്, ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പൈസ ഒരുപാട് ചോട്ടുണ്ട്. കാരണം ബോംബെ പോയിട്ടുണ്ട്, 3-4 ലക്ഷത്തിന്റെ മെറ്റീരിയൽ എടുത്തു, സാധനം ദുബായിലോട്ട് ഞാൻ വരുത്തിച്ചു. അപ്പൊ ഞാൻ അത്ര കാലം താമസിച്ചത് ഒരു ചെറിയൊരു ബെഡ് സ്പേസിലാണ്. പിന്നെ അതിന്റെ പാർട്ടീഷനിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ പാർട്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ അങ്ങനെ എന്തായി, ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പ്ലാനായി. അപ്പത്തേക്ക് സജന പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം സജന പാർട്ട്ണർ ആണല്ലോ. അങ്ങനെ സജന വരുന്നു. ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴത്തേനും ഇയാളെ ഞാൻ വിളിക്കും, പൂക്കുട്ടീനെ എടുക്ക, പൈസയുടെ ആവശ്യമുണ്ട്, ലൈസൻസിനൊക്കെ ഇത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് വയ്യാണ്ടായി, അവൾക്ക് ശാരീരികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അവൾക്ക് ഒരു ഭാഗം ഒരു വല്ലാത്ത പോലെയൊക്കെ ആയി. ആ കൊച്ച് വയ്യാണ്ടായപ്പോഴത്തേനും അതിന് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സജന ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ് പൈസ തന്നത്. കാരണം ഫുള്ള് നാളെ സജന ഒന്നും പറഞ്ഞു വരാൻ പാടില്ല, ഇൻസ്റ്റാൾമെന്റ് പോലെ സജന പൈസ ഇറക്കുന്നു. സജന ത്രൂ ആണ് എനിക്ക് കാശ് തരുന്നത്. റസൽ പൂക്കുട്ടി സജനക്ക് കൊടുത്തിട്ട് സജനയാണ് എനിക്ക് ദിറംസ് ആയിട്ട് മാറ്റി ദുബായിൽ തന്നത്. 1.5 ലക്ഷം രൂപ എനിക്ക് ഈ 1.5 മാസത്തിൽ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാൻ, ഇവിടെ പോകാൻ, റൂമിന്റെ അഡ്വാൻസ് കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പെട്ട കാര്യമാണ്. റൂം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നാളും 8-9-10 വർഷത്തോളം താമസിക്കാൻ എനിക്കറിയാം. ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. എനിക്കപ്പോ അത്രയും പൈസ ആവൂല. ഇതിപ്പോ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, ഷോപ്പ് എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പൊ ലൈസൻസ് മാത്രം ആവണുള്ളൂ. അപ്പൊ ലൈസൻസിന്റെ സമയത്ത് സജന വന്നിട്ട് വിസിറ്റിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെന്റെ അടുത്ത് പെട്ടെന്ന് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൽ എന്റെ പേരാണുള്ളത്. അവിടെ തുടങ്ങി സജനക്ക് കല്ലേടിയാണ്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനോട് ഞാനും മിണ്ടുന്നില്ല. കൂട്ടുകാരത്തിന്റെ കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാത്തത്. അപ്പൊ സജനന്റെ കൂടെ തന്നെ ഉണ്ട് താനും. ആ സമയത്ത് സജൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ലക്ഷ്മിയുടെ എല്ലാ ബന്ധങ്ങളെയും വിളിച്ച് ലക്ഷ്മിയുടെ എക്സിനെയും ലക്ഷ്മിയുടെ കറണ്ടിലുണ്ടായ 3-4 ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് സജന ലക്ഷ്മി അങ്ങനെയാണ്, ലക്ഷ്മി ഇങ്ങനെയാണ്, മറ്റന്നാ മറിച്ച ഫോൺ ത്രൂ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു സജന. അങ്ങനത്തെ അതായത് സജന അതിലൊക്കെയാണ് ബിസിയാണ് ഭയങ്കര. സജനക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊരു ചിന്തയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെയും കൂടി ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്? ആദ്യം മൊത്തം പ്രശ്നത്തിന്റെ നടുക്ക് ഞാൻ ഹൃദയം വന്ന് പെട്ടുമ്പോ ഇതിന് എടുക്കുകയും ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സജനക്ക് കോൾ വന്നോണ്ടിരിക്കണേ ലക്ഷ്മി ജയനായിട്ട് എങ്ങനെയെങ്കിലും പാച്ചപ്പ് ആവണം. അതായത് ലക്ഷ്മി ജയന്റെ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ പേരുകളെല്ലാം ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഫിറോസിന്റെ വീഡിയോയിൽ അയാൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ പേരുകൾ പറയുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് സജന നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. അന്നൊരു സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാവിലെ തുടങ്ങി സജന പറയേണ്ടി നമുക്ക് അവിടെ പോവാ, എവിടെ ബെൻസറിന്റെ ഫ്ലാറ്റില് നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു സജന നീ പോവരുത്, നിന്നെ ചിലപ്പോ അവര് മാനിപ്പുലേറ്റ് ചെയ്യും, നിന്നെ അവര് ചതിക്കും, നീ പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നാണ്. അപ്പൊ ഞാൻ പുറത്തുപോയി, സജന വരുന്നില്ല. ഞങ്ങൾ പുറത്തു പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഡ്രൈവിന് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞു സജന വാ നമുക്ക്, ഇല്ല ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന സജന 1:30 മണിയായപ്പോ ബെൻസർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്റെ റൂമിന്റെ അവിടെ നിന്ന് ബെൻസർ സജനനെ കൂട്ടി ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് സജന ഈ പറഞ്ഞ കാര്യങ്ങള്, കള്ളുകുടിയും ബഹളവും ഇങ്ങനത്തെ ലഹരിയുടെ എല്ലാ സംഭവവും അവിടെ വെച്ചിട്ടാണ് സജന ചെയ്യണത്.
ഞാനപ്പോ വിളിക്കുക സജന 2-2:30 ആയപ്പോഴത്തേനും, സജന ഞാൻ താഴെ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോവാം. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം. ഞാൻ സജന നീ അങ്ങനെ പറയരുത്, കാരണം എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഞാൻ ഇത്രയും നാളും ബെഡ് സ്പേസ് താമസിച്ച ആളെ, എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാറ്റിലോട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ സജന നീ വാ സജന, ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞ അത് ഇത് എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ്, എന്റെ ജീവിതം ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സജനോട് പറഞ്ഞു, നാളെ എന്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് സജന ഇറങ്ങിക്കോ, ഇനി സജന എന്റെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെയൊക്കെയാണ് സജന എന്നെ തെറ്റി തുടങ്ങിയത്. ഇവൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ല, പിന്നെ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടക്കണേ? എനിക്ക് മനസ്സിലായിരുന്നു, ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിന് തന്നെ സിഗരറ്റ് വലിച്ചിരുന്നവളാണ് സജന. ആ പ്ലേറ്റില് അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ചിലത് അതെനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാവില്ല, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് വേണ്ട, അത്രക്കും ഇതാക്കണ്ട. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ബെൻസറും ഈ 1-2 ആൾക്കാരും, ബെൻസർ വേറെ 1-2 ആൾക്കാരും കൂടി, ബെൻസറിന്റെ കാമുകി, ഇവരെല്ലാരും കൂടി സജനനുമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഞാൻ മാന്യമായിട്ട് വാതിൽ തുറക്കുന്നു, സജന കയറിയിരിക്കുന്നു. വേഗം തന്നെ സജന ബെൻസറിന്റെ സിഗരറ്റ് വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അതായത് വഴക്കാണല്ലോ. ഞാൻ എന്റെ മര്യാദയാണ്, എന്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത്. ഞാൻ വേഗം കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവര് ഇറങ്ങാൻ വേണ്ടി പോകണം. കാരണം അവർക്ക് സജനനെ തിങ്കളാഴ്ച തുടങ്ങി വീട്ടിൽ നിർത്താൻ പറ്റൂല, കാരണം അവർക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാര്, ജോലിക്ക് പോകുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് സജന ശനി ഞായർ മാത്രം മതി, അതാണ് അവരുടെ അടിച്ചുപൊളി ദിവസം. അപ്പൊ തിങ്കളാഴ്ച സജനനെ എവിടെയും കൊണ്ട് തള്ളണം, അതിന് വീട്ടിൽ വന്നു. അത് മനസ്സിലാക്കിയതാണ് എനിക്ക്. അപ്പൊ ഇവര് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാം എന്നപ്പോ സജന ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോകില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വർത്താനം. ഞാൻ അവരെ കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ സജനനെ, ഇവിടെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇന്നലെ ഒറ്റക്ക് രാത്രി കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റക്ക് കിടക്കും, എനിക്ക് കുഴപ്പമില്ല എന്നപ്പോ അവരെല്ലാരും കൂടി സോൾവ് ചെയ്തു. പോട്ടെ കൂട്ടുകാരികളല്ലേ, വീട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സജന അന്ന് എന്റെ വീട്ടിൽ നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സജനക്ക് പോകാനുള്ള ടൈമായി. പൂക്കുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ആ രണ്ടാമത്തെ സജന ദുബായിൽ വന്നതിന്റെ ചാപ്റ്ററാണ് ഞാൻ ഈ പറയണത്. ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള സജന സീരിയലൊക്കെ അഭിനയിക്കുന്നത് മമ്മീന്ന് വിളിക്കുന്ന സീരിയലിന്റെ മമ്മിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലാണ് സജന ചെല്ലുന്നത്. അവരുടെ വീട്ടിൽ സജന ചെല്ലുന്നു. അവിടെ നിന്ന് അപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഞാൻ സജനനെ വിളിക്കുകയാണ് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ ബെൻസറിന്റെ വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി ഇവളെ ഇങ്ങനെ നീ സീരിയൽ അഭിനയിച്ചൂടെ, നീ എന്തിന് ബിസിനസ്സിൽ നിൽക്കുന്നത്, നിനക്ക് അവിടെ പണിയൊന്നുമില്ല എന്നൊക്കെ പിന്നെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കാണ്. എന്റെ സജനയുടെ മൈൻഡ് മൊത്തം അതാണ്. എന്റെ സജന സുപ്രഭാതത്തിൽ വെച്ചിട്ട് പറയാണ്, റോഷിനി എനിക്ക് ആ കാശ് തിരിച്ചു തരണം, എന്താണ് എനിക്ക് സീരിയൽ കിട്ടിയിട്ടില്ല, ഞാൻ സീരിയലിൽ കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്കിതൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു ശരി എനിക്ക് കുറച്ച് സമയം എന്താ സജന, ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് വയ്യാണ്ടാവണതിന്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സജന പൈസ കൊണ്ട് വിളിക്കുന്നത്, എനിക്ക് കാശ് കിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗോൾഡ് കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് സജനക്ക് 1 ലക്ഷം കൊടുത്തതിന്റെ സ്ലിപ്പ് ഞാൻ ഇവിടെ തരുന്നത്. കാരണം നാളെ സജന പറയും കാശ് തന്നില്ല എന്ന് പറയും. അവിടെയാണ് ആ ഒരു ടോക്കില്. അപ്പൊ അവിടെയൊക്കെ നീരസങ്ങളാണ്, അതായത് ഉള്ളിന്റെ ഉള്ളില് ദേഷ്യമാണ്. അങ്ങനെയാണ് ഇവര് ഷാലുവിന്റെ വീട്ടിൽ പോണതും ഷാലുവിന്റെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതും കൊച്ചുങ്ങളുമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതും. സജന എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് റോഷിനി എനിക്ക് ഇവിടെ പ്രശ്നമാണ് എന്ന് പറയുന്ന വീഡിയോ കോൾ ചെയ്തതിന്റെ ഡേറ്റ് അടക്കം ഞാൻ വെക്കാം. December 25 സജന എന്നെ വിളിച്ച വീഡിയോ കോള്, അതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട്. ഇത്രയും എത്രയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 year ജേർണിയാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത്. സജന വരുന്നു പോകുന്നു എന്നുള്ളത്. അതിനുശേഷം പലപ്പോഴും സജന വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം അതെല്ലാം ബെൻസറിന്റെ ഷോനാണ്, ലക്ഷ്മി ജയന്റെ കൂടെയാണ്. അതിനുശേഷം ഇവര് തമ്മിൽ പാച്ചപ്പായി, ലക്ഷ്മി ജയനും സജനയും തമ്മിൽ പാച്ചപ്പ് ആവുന്നു, അവർ ഒരുമിച്ചാണ്. അപ്പൊ നമ്മള് ഊളകള്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ പോയപ്പോ ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ നെഗറ്റിവിറ്റിയും വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട വർത്താനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ അവർക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി പറ, ഒരു ഏജന്റ് കൊണ്ടുപോയി നശിപ്പിച്ച് സുൽപ്പുക്കുട്ടിയും അവിടുത്തെ നല്ലവരായ ആൾക്കാരും കൂടി കയറ്റിവിട്ടു എന്ന് പറയുന്നുണ്ട് സജന. ഈ നല്ലവരായ ആൾക്കാരുടെ പേര് സജന ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കയറ്റിവിട്ടത് ഞാനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ഏജന്റിന്റെ വീട്ടിൽ പിന്നെയും സജന ഞാനില്ലാത്തപ്പോ, ഞാൻ ആ സമയത്ത് ഞാൻ ദുബായിലാണുള്ളത്, ഈ ഡിസംബറിൽ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വന്ന് നിന്നു. എന്റെ വീട്ടിലോട്ട് അയച്ചൊരു വോയിസ്, അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിന്റെ സ്ക്രീൻഷോട്ട്, ആ ഡേറ്റ്, അതും ഞാൻ കാണിച്ചു തരാം. മോളെ ഗുഡ് മോർണിംഗ് ഡാ.
ഞാനേടി അന്ന് വരാൻ വേണ്ടിട്ടാ വിളിച്ചത്. പക്ഷെ റോഷു എടുത്തിട്ടില്ല, ചേച്ചി വിളിച്ചിട്ടെടുത്തില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിൽ എനിക്ക് ഒട്ടത് ഈ ഫോട്ടോ കാണുമ്പോ എനിക്ക് വല്ലാണ്ട് എന്റെ ഹൃദയം പൊട്ടുക. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒന്ന് വിട്ട അമ്മയാ പാവം. എന്റെ ഹൃദയം പൊട്ടു. എന്റെ മക്കള് സത്യമായിട്ട് എന്റെ പൊന്നുമോനാണ് അത്തിട്ട്, എന്റെ മോളാണ് അത്തിട്ട്. ഒരിക്കലും ഞാൻ ഇതാക്കി പറയുമല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമ്മളൊരു സിംബരിക്കേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എന്റെ ഹൃദയം തട്ടി ഞാൻ പറയാം. കാരണം അമ്മച്ചി എന്നെ മമ്മി അതേപോലെ എന്നെ നോക്കിയത്. മോളെ എനിക്ക് അതൊക്കെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. വല്ലാതെ സത്യം. ഇനി നിങ്ങൾ പറ, അതായത് ഒരു പെണ്ണിനെ എങ്ങനെയും കരിവാരിട്ടേക്കാം. അവൾക്ക് കുടുംബത്തിലെ ആൾക്കാർക്കോ നാണക്കേടില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് നാണക്കേടുണ്ട്. വെറുതെ ഒരു അലിഗേഷൻ വലിച്ചെടുക്കുക, അതിലോട്ട് വായി തോന്നിയത് വിളിച്ചു പറയും. ഇതൊക്കെ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ എന്റെ ദൈവം കൊണ്ടുവന്നിട്ടാണ് ഞാൻ പറയുള്ളൂ. എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി കൊണ്ടുപോയത് വേറെ ആൾക്കാരാണ്. നശിഞ്ഞിട്ടാണ് വന്നത്. നശിയാതെയോ അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. ഇത്രയും ഒരു കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെടുന്നതിന്റെ ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക. എനിക്കുണ്ടായ ഈ മാനനഷ്ടത്തിന് 2 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാനനഷ്ടം, എന്റെ കൊച്ചിന് അനുഭവിച്ച വേദനക്ക്, ഇതിന് ഞാൻ എന്താണ് ഈ സജനനോട് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനം. പിന്നെ സജന വന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനായിട്ട്, ഫിറോസ് ഖാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ തെളിയിച്ചല്ലോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സജനയുടെ കേസിൽ എന്നെ ഇയാള് വിളിച്ചു ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട്. ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് സജനയുടെ ഇങ്ങനത്തെ ഒക്കെ ബന്ധങ്ങളുണ്ട്, റോഷൻ നീ അവിടുത്തെ ഫ്രണ്ട് അല്ലേ, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ല, എനിക്ക് അറിയാത്തത് പറയാനായിട്ട് താല്പര്യമില്ല, ഞാൻ കാണാത്തതും പറയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ അറിഞ്ഞത് കൊണ്ടാണ് കറക്റ്റായിട്ടാണ് കറക്റ്റ് ആൾക്കാരുടെ പേരാ എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കല്ല, പക്ഷെ എന്റെ വായിൽ പോകുന്ന എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഏതാണെങ്കിലും കൂട്ടി പറയാൻ സജനയുടെ കൾച്ചറാണത്. അതെനിക്ക് പിന്നീടൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഏത് അറ്റം വരെ പോയത്. കാരണം അവള് നാണം കെട്ട് നാറിയിട്ട് മറ്റുള്ളവരെ കൂടെ നാറ്റിക്കുക. അത് പണ്ട് കൂട്ടായിട്ടിരുന്ന ആൾക്കാർ പിന്നീട് ശത്രുവായതിനു ശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇടലുണ്ട്. ഇവിടെ കരച്ചിലുണ്ടല്ലേ, അതിന്റെയൊക്കെ ചൊറിച്ചിലും ദേഷ്യമൊക്കെയാണ് തീർത്തത്. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്റെ പേര് വലിച്ചതിന് വരെ ഏറ്റവും നല്ലതായിട്ട് അവൾക്ക് വലിച്ചിടാൻ പറ്റുന്നത്, അവളെ നശിപ്പിച്ചത്, അവൾക്ക് മാനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്, റസൂൽ പൂക്കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എല്ലാം ലക്ഷ്മി ജയനാണ്. അവളെന്തുകൊണ്ട് അവളുടെ പേര് പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് അവരെന്തോ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതായത് സജനക്ക് ഉപകാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് സജന ഒരു ഉളുപ്പില്ലാണ്ട് വഴക്കിട്ടാലും കൂട്ടിടും. അതാണ് സജന. നിക്കാഹം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞപ്പോ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ എത്രയും ദൈവം ചെയ്തു, ഞാൻ ഇനി ഒന്നും ചെയ്തെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണല്ലോ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടിത്. അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ്.
അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചിരിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യ് റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ, സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നടന്നേക്കുന്നത് ഇങ്ങനെയൊക്കെയാ, എന്നെ തെറ്റിദ്ധരിച്ച്, പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കുറത്തം തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായൻ്റെ അടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്നെ ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പോൾ ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇനി നമ്മൾ ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങളിരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മുമ്പ് ഉമ്മർത്ത് പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച ഉമ്മ, ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തരുതെന്ന് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും നിന്ന് സംസാരിച്ചു. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവള് കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ കരഞ്ഞ് കാല് പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് കാലിലിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ, ഇതിൻ്റെയൊക്കെ ഇത് വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ, നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ബാക്കി കേൾക്കാം.
മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുവന്ന്. ഇപ്പൊ എന്റെ ഉമ്മയെടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണമ്മ, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കുക, കുഞ്ഞിന് നമുക്കിപ്പോ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ച് മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞ ആണോ അതെന്തുമായിക്കോട്ടെ. ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായിപ്പ് ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായിപ്പ് ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂലക്ക? എന്റെ കൂടെ നിക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്ക്, അവളെ പോയ വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടെ. പക്ഷെ അച്ഛൻ്റെ അടുത്തും ദിയെ അടുത്തും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ.